അങ്ങനെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26.4 അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എന്തൊക്കെ ഫീച്ചേഴ്സ്, ചേഞ്ചസ്, അതോടൊപ്പം ബഗ് ഫിക്സസ്, പ്രത്യേകിച്ചും 26.4 അപ്ഡേറ്റിൻ്റെ റിലീസ് നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ബഗ് ഫിക്സസ്, സെക്യൂരിറ്റി പാച്ചസ് ആണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളുമാണ് നമ്മൾ വളരെ വിശദമായിട്ടും എളുപ്പം നോക്കിക്കാണുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ ആദ്യം തന്നെ നമുക്ക് അപ്ഡേറ്റ് സൈസിൽ നിന്ന് വരാം. iPhone 17 Proയിൽ ഓൾമോസ്റ്റ് ഈ ഡിവൈസുകളിലെല്ലാം തന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്ന സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 7GB 6GB ആ ഒരു റേഞ്ചിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് അപ്ഡേറ്റ് സൈസിൽ വ്യത്യാസം ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള അപ്ഡേറ്റുകൾ ഏതെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 26.3 അതിൻ്റെ 3.1 അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടായിരിക്കും അപ്ഡേറ്റ് സൈസ് വരുന്നത്. അതുകൊണ്ട് അപ്ഡേറ്റ് സൈസിനെ പറ്റി പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത് iTunes ഉപയോഗിച്ചിട്ടാണ്, OTA അല്ല ചെയ്തേക്കുന്നത്. എന്നാൽ ഈ ഡിവൈസുകളൊക്കെ ഞാൻ OTA അപ്ഡേറ്റ് ആണ് ചെയ്തത്. OTA ചെയ്യുന്നതുകൊണ്ട് മോശമൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ പ്രീവിയസ് അപ്ഡേറ്റിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസോ കാര്യമായിട്ടുള്ള ബഗ്ഗുകളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് iTunes ഉപയോഗിച്ച് ചെയ്യാനാണ്. അതെങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. കറൻറ്റ്ലി iOS 26 സപ്പോർട്ട് ചെയ്യുന്ന സകല ഡിവൈസുകളിലും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ macOS, tvOS, iPadOS, WatchOS ആൻഡ് എയർപോഡുകൾക്കും ആപ്പിൾ പുതിയ ഫേംവെയർ അപ്ഡേറ്റ് ഈ ഒരു ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വിശദമായിട്ട് ഇതിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസും എന്താണെന്ന് ആദ്യം നോക്കാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോളൺ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ബൈ ഡിഫോൾട്ട്, ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഒരു അപ്ഡേറ്റ് മുതൽ ഇത് എനേബിൾഡ് ആയിരിക്കും. ഇത് ഈ ഒരു അപ്ഡേറ്റിന് മുന്നേ തന്നെ ഞാൻ മാനുവലി ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് ഓൺ ആകാത്ത. 2, ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പാസ്വേഡ് ചോദിക്കും. പ്രീവിയസ്ലി ഇതേ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ടെക്സ്റ്റുകളെല്ലാം അല്ലെങ്കിൽ ആ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിരുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് മുതൽ അത് ആപ്പിൾ സെൻറ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തത് സിസ്റ്റം വൈഡ് ട്രാൻസ്ലൂസൻസി ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഹോം സ്ക്രീനിലെ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ആ മെനു പോപ്പപ്പ് അയക്കുന്നത്. എന്നാൽ പ്രീവിയസ് അപ്ഡേറ്റിൽ ഈ ഒരു രീതിയിലായിരുന്നു മെനു ഉണ്ടായിരുന്നത്. പിന്നെ സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷനിൽ ലിക്വിഡ് ഗ്ലാസിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിയർ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നെങ്കിൽ ആ ക്ലിയറുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആപ്പിൾ പുതിയ അപ്ഡേറ്റിലേക്ക് വന്നപ്പം. നിങ്ങൾക്കത് എത്രത്തോളം ഈ ക്യാമറയിൽ കൂടെ കാണാൻ സാധിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വന്ന മാറ്റം വാൾപേപ്പറിലാണ്. അതിൻ്റെ കാറ്റഗറീസ് ഇപ്പം ലിസ്റ്റ് ചെയ്തേക്കുന്ന രീതി കംപ്ലീറ്റ്ലി ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആഡ് ന്യൂ വാൾപേപ്പർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാറ്റഗറി അറേഞ്ച് ചെയ്തേക്കുന്ന രീതി കംപ്ലീറ്റ്ലി ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം വെതർ എന്ന് പറഞ്ഞിട്ട് സൈഡിൽ നമുക്ക് ആ വാൾപേപ്പേഴ്സ് കാണിച്ചേക്കുവാണ്. ജസ്റ്റ് അതിൽ ഗെറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാൾപേപ്പേഴ്സ് ഫുൾ അതെല്ലാം നമുക്കിവിടെ ഷോ അപ്പ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ വാൾപേപ്പർ വേണ്ട, ആവശ്യമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടിക്ക് മാർക്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ നമുക്ക് കാറ്റഗറി ലിസ്റ്റ് ചെയ്തേക്കുന്നത് കാണാം. താഴത്തേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ iOS 26 വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏത് മോഡൽ ഐഫോൺ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ഫോണും iPhone 17 Pro എന്ന് കൊടുത്തിട്ട് ആ വാൾപേപ്പർ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കളക്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ കുറച്ച് ഇമോജീസും ആപ്പിൾ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂണിക്കോഡ് 6 സ്റ്റാൻഡേർഡ്സിലുള്ള പുതിയ ഇമോജികളാണ്. അതിൽ ലാൻഡ് സ്ലൈഡ്, ട്രഷർ ചെസ്റ്റ്, ഓർക്ക, ഫൈറ്റ് ക്ലൗഡ് ഇങ്ങനെയുള്ള കുറേ അധികം ഇമോജികൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മെസ്സേജസിൽ ക്രിയേറ്റ് ന്യൂ മെസ്സേജിൻ്റെ ആനിമേഷൻ ആപ്പിൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പം ആ സൈഡിൽ നിന്ന് ഇങ്ങനെ പോപ്പപ്പായി വരുന്ന രീതിയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പുതിയ ആനിമേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മ്യൂസിക് ആപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കുറേ അധികം മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലാദ്യം തന്നെ ലൈബ്രറിയിലെ ഏറ്റവും ടോപ്പിൽ പ്രൊഫൈൽ പിക്ചർ കൊടുത്തേക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് പുതിയൊരു ഐക്കൺ, ഗിഫ് ഐക്കൺ കാണാൻ സാധിക്കും. അതാണ് ഈ പുതിയ പ്ലേലിസ്റ്റ് പ്ലേഗ്രൗണ്ട്. ഈ പ്ലേലിസ്റ്റ് പ്ലേഗ്രൗണ്ട് ആക്ച്വലി ഇന്ത്യയിൽ ആക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്. ആക്ച്വലി ഇത് ഈ രീതിയിലല്ല കാണേണ്ടത്. നമ്മളെ ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് സോങ്ങുകൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊണ്ട്, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു പാർട്ടി നടത്തുവാണ്, ആ മോഡ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സോങ്സ് വേണം. അത് നമ്മൾ തപ്പിയെടുക്കുന്നതിന് പകരം ഇവിടെ ആ പ്രോംപ്റ്റായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റ് ഓഫ് സോങ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് ഓൺ ഡിവൈസ് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്ത്യയിൽ ഈ ഫീച്ചർ കറൻ്റ്ലി വർക്കാകുന്നില്ല. താമസിക്കാതെ വർക്കാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 2, ആൽബം ഓപ്ഷനിൽ വന്നേക്കുന്ന മാറ്റമാണ്. പ്രീവിയസ്ലി നമ്മളൊരു ആൽബം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരുന്നു അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ഈ ആൽബം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ്ലി റീവാമ്പ്
ടാപ്പ് ചെയ്തേക്കാണ്. നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ആൽബത്തിൻ്റെ ആർട്ട് കവറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ പ്ലെയിൻ വൈറ്റ് ആണ്, ഇവിടെ ഒരു ഗ്രേ ഷെയ്ഡാണ് അല്ലെങ്കിൽ ഒരു ഐവറി ഷെയ്ഡാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ആൽബത്തിനകത്ത് കളറുണ്ട്, അത് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം കളേഴ്സ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബട്ടൺസിൻ്റെ പ്ലേസ്മെൻറ്റ്സിലും കാര്യമായിട്ടുള്ള ഡിഫറൻസ് കാണാൻ സാധിക്കും. സെൻട്രലാണ് പ്ലേ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഷഫിൾ ഓപ്ഷൻ ഒരു ബട്ടണായിട്ട് മാറിയേക്കുവാണ്. പ്ലേ, ഡൗൺലോഡ് ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റുകളുടെ സൈസിലും കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വലിയ ടെക്സ്റ്റ് ആയിരുന്നു പ്രീവിയസ്ലി, ഇവിടെ ചെറിയ ടെക്സ്റ്റാണ്. അതിൻ്റെ ബോൾഡ്, തിക്നെസ് കാര്യങ്ങളൊക്കെ കുറച്ചു. അതോടൊപ്പം തന്നെ ആ ടെക്സ്റ്റുകൾ താഴേക്ക് വരുമ്പോൾ ആ പാട്ടിൻ്റെ പേര്, ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളർ മാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വലിയൊരു പ്ലാറ്ററാണ് ഓപ്പൺ ആയി വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം പുതിയ അപ്ഡേറ്റിൽ വളരെ മിനിമലായിട്ടുള്ള അതേ സെയിം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ ചെറിയൊരു പ്ലാറ്ററാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. സോ മ്യൂസിക് ആപ്പ് കാര്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്ലസ് ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സോങ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലേലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ റീസെൻറ്റിലേക്കോ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഹോം ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെയ്ഡ് ഫോർ യു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ആനിമേറ്റഡ് ആണ്, അതിങ്ങനെ റിവോൾവ് ചെയ്യുന്ന കാണാം. ഇനി അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു റീഡിസൈൻ നമുക്ക് വിസിബിൾ ആണ്. അതോടൊപ്പം ഏറ്റവും ടോപ്പിൽ നമുക്ക് പ്ലസ് ഐക്കൺ മാറ്റി അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ മാറ്റിയിട്ട് ഇവിടെ ഷെയർ ഷീറ്റിൻ്റെ ഡെഡിക്കേറ്റഡ് ടാബാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് മ്യൂസിക് ഡയറക്റ്റ്ലി ഇവിടുന്ന് ഷെയർ ചെയ്യാം. പ്രീവിയസ്ലി നമ്മൾ ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് വേണമായിരുന്നു ഷെയർ ചെയ്യാൻ. ഇപ്പോൾ അതെല്ലാം മാറി ആപ്പിൾ കുറേയും കൂടെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ആക്സസിബിലിറ്റി സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് ഓപ്ഷനിൽ പ്രീവിയസ്ലി നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസ് വൈറ്റ് പോയിന്റ്, കളർ ഫിൽറ്റർ, ഓട്ടോ ബ്രൈറ്റ്നസ്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ആപ്പിൾ അഡീഷണൽ ആയിട്ട് വേറെ ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസ് ബ്രൈറ്റ് എഫക്ട്സ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സെറ്റിലായിട്ടുള്ള ബ്രൈറ്റ് എഫക്റ്റുകളെല്ലാം ആപ്പിൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ മെസ്സേജ് ഫീൽഡിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് വന്നേക്കുന്നത്. എന്നാൽ ഇതേ ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട്, ഈ റെഡ്യൂസ് ബ്രൈറ്റ്നസ് എഫക്റ്റ് ഡിസേബിൾ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതേ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്രൈറ്റ്നസ് കാണാൻ സാധിക്കത്തില്ല. സോ അങ്ങനെയുള്ള എഫക്റ്റുകൾ ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നതിലൂടെ. പിന്നെ വന്ന ചേഞ്ച് ആപ്പിൾ TV ആപ്ലിക്കേഷനിലാണ്. നമ്മളിവിടെ കാണുന്ന ഈ ഒരു ടെക്സ്റ്റ്, അതായത് ക്യാപ്ഷൻ, ഈ ക്യാപ്ഷൻ നമുക്കിപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് ക്ലാസിക് ഉണ്ട്, ലാർജ് ടെക്സ്റ്റ് ഉണ്ട്, ഔട്ട്ലൈൻ ഉണ്ട്, ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 4 ഓപ്ഷനിലൂടെ നമുക്ക് ക്യാപ്ഷൻ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ സെറ്റിംഗ്സിൽ, അക്കൗണ്ട് സെറ്റിംഗ്സിൽ, അതിൽ iCloud ഓപ്ഷനിൽ ഏറ്റവും താഴെ പുതിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, iCloud.com. പ്രീവിയസ്ലി നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനേ കൊടുത്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ, ആക്സസ് iCloud ഡാറ്റ ഓൺ വെബ് എന്ന് മാത്രമുള്ളായിരുന്നു. പക്ഷേ ഇപ്പം iCloud.com എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് എക്സ്ട്രാ അഡ്വാൻസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഒന്നാമത്തേത് അലൗ ഡാറ്റ ആക്സസ് എന്നുള്ളതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം. പിന്നെ അലൗ സെർച്ച്, അതായത് iCloudൽ പോയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അലൗ ചെയ്യാനും റെസ്ട്രിക്ട് ചെയ്യാനും ഓപ്ഷനുണ്ട്. അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ എക്സ്പോർട്ട് റീസെൻറ്റ് സെർച്ചും അതോടൊപ്പം ക്ലിയർ റീസെൻറ്റ് സെർച്ച് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഫോണിലും ഫാമിലി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഫാമിലി മെമ്പേഴ്സിന് അവരുടെ സ്വന്തം കാർഡ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ മെയിൻ മെമ്പറിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസറിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല. സ്വന്തം ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വന്ന മാറ്റം ആപ്പിളിൻ്റെ പോഡ്കാസ്റ്റ് ആപ്പിലാണ്. ഇനി മുതൽ നമ്മളൊരു പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ ആ പോഡ്കാസ്റ്റിന് വീഡിയോ ഉണ്ടോ അല്ലെങ്കിൽ ഓഡിയോ മാത്രമേ ഉള്ളോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈസിലി മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വീഡിയോ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യുന്ന ആ ഒരു ഓപ്ഷനിൽ നിന്ന് തന്നെ വീഡിയോ ഡിസേബിൾ ചെയ്യാനും വീഡിയോ എനേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ വന്ന മാറ്റം ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് മിക്കപ്പോഴും യൂസേഴ്സ് പറയുന്നൊരു കാര്യമാണ്, അവർ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് അത് സൂം ചെയ്യുമ്പം അതിൻ്റെ ഓഡിയോയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പല ആളുകളുടെ ഒരു സംശയമാണ്. അതിനുള്ള ഉത്തരമാണ് ആപ്പിൾ ഇപ്പം കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നേരത്തെയും ആപ്പിൾ കീനോട്ടിലൊക്കെ പറയുന്നൊരു കാര്യമാണ്. ഓഡിയോ സൂം എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതായത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും അവിടെ ആ ഒരു സറൗണ്ടിങ്ങിലുള്ള ഓഡിയോ അല്ലെങ്കിൽ സൗണ്ട് ആയിരിക്കും റെക്കോർഡ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത് അടുത്തുള്ളതിനേക്കാൾ കൂടുതൽ. സോ അത് ഇനി മുതൽ നമുക്ക് വേണമെങ്കിൽ മാനുവലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സൗണ്ട് റെക്കോർഡിംഗ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ സൂം എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ മാനുവലി ഡിസേബിൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നോർമലി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് റെക്കോർഡഡ് ഓഡിയോ ഈസ് ഫോക്കസ്ഡ് ഓൺ ദ സബ്ജക്ട് വെൻ ദ ക്യാമറ ഈസ് സൂംഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണോ നമ്മൾ സൂം ചെയ്യുന്നത് ആ സബ്ജക്റ്റിൻ്റെ ഓഡിയോ ആയിരിക്കും റെക്കോർഡാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് UI എലമെൻറ്റുകളുടെ കാര്യത്തിലാണ്. ഒന്ന് ആപ്പ് സ്റ്റോറിൽ ഇതുവരെ നമ്മൾ പോകുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ടാബ് വ്യൂ അല്ലെങ്കിൽ താഴത്തെ ടാബ് ബാർ
എന്നുള്ളത് ആപ്പിൾ മോഡിഫൈ ചെയ്തു. ഇതുവരെ നമുക്കറിയാം ഈ ഓപ്ഷൻസ് എല്ലാം 4 ഓപ്ഷൻസും ഒരൊറ്റ ടാബിലും ഈ സെർച്ച് മാത്രം വേറെ എന്തോ എവിടെയോ ഉള്ള എന്നുള്ള രീതിയിലാണ് കൊടുത്തിരുന്നത്. ആപ്പിൾ അതെല്ലാം ഒരുമിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഇപ്പം സിംഗിൾ ടാബ് വ്യൂവിൽ കാണാൻ സാധിക്കും. ഇനി സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം സെർച്ച് എന്നുള്ളത് താഴെയായിരുന്നു കൊടുത്തിരുന്നത്. അതായിരുന്നു കുറച്ചും കൂടി എളുപ്പം. പക്ഷേ ഇപ്പം ആപ്പിൾ ഇത് മേളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ അങ്ങ് എത്തിപ്പിടിക്കണം. പക്ഷേ അതിനേക്കാൾ എളുപ്പമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് താഴെ തന്നെയാണ്. മേ ബി അതെന്തോ ഒരു ബഗ്ഗോ മിസ്റ്റേക്കോ എന്തോ ആയിരിക്കും. അതുകൊണ്ടാണ് താഴെയുള്ള സെർച്ച് മേളിലേക്ക് പോയത്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എവിടെയാണെന്ന് വെച്ചാൽ ആപ്പ് സ്റ്റോറിൻ്റെ അക്കൗണ്ട് സെറ്റിങ്സ് കംപ്ലീറ്റ്ലി റീവാമ്പ് ചെയ്തിട്ടുണ്ട്. സോ പ്രീവിയസ്ലി അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്കായിരുന്നു. ഇതിൽ നമുക്ക് ആപ്പ് സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് കാര്യങ്ങളൊക്കെ കാണാം. എന്നാൽ പുതിയ ഇത് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് കാണാം ഗെയിം സെൻറ്ററിൻ്റെ ഓപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ, എന്നാൽ താഴെ നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, റെഡീം കോഡ്, ഗിഫ്റ്റ്, ഫാമിലി സെറ്റിങ്സ്, ആപ്പ് സ്റ്റോറിൻ്റെ സെറ്റിങ്സ്, ഇതെല്ലാം ഡെഡിക്കേറ്റഡ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നു. എല്ലാ എലമെൻറ്റുകളും ആപ്പിൾ ഒന്നും കൂടെ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന മാറ്റം ഷോർട്ട് കട്ടിലാണ്. ഷോർട്ട് കട്ടിൽ പുതിയൊരു ആക്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബാറ്ററി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ബാറ്ററി ചാർജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലൂടെ നമുക്ക് ബാറ്ററി ചാർജിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള പുതിയൊരു ഷോർട്ട് കട്ട് ആക്ഷൻ കൊണ്ടുവന്നേക്കുവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗിഫ് ഐക്കൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സ്ഥലത്ത് ആപ്പിൾ പുതിയൊരു ഫ്ലിപ്പ് ഫോണിൻ്റെ ഗിഫ് ഐക്കൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസിൽ ആപ്പിൾ നോട്ടിഫിക്കേഷൻസ് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ സ്വന്തം ആപ്പിൾ വാച്ച് അല്ല, തേർഡ് പാർട്ടി സ്മാർട്ട് വാച്ച് ആണ് എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് ഐഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഈ തേർഡ് പാർട്ടി വാച്ചിലും നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുള്ള ആ ഒരു ഫീച്ചർ ഇപ്പം ഈ ഒരു 26.4 ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഓപ്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. എനിവേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോംപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചേഞ്ചസും ഫീച്ചേഴ്സുമാണ് iOS 26.4 അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിലേതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വീക്ക് അവസാനം ചെയ്യുന്ന ഫോളോ അപ്പ് വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ബഗ് ഫിക്സുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു കീബോർഡ് ആക്യുറസി. അതായത് കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് നമുക്ക് സജഷൻസ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആക്യുറസി വളരെ കുറവായിരുന്നു. അതെന്തായാലും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കീബോർഡ് സംബന്ധമായിട്ടുള്ള എന്ത് ഇഷ്യൂസും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. 3 റാം മാനേജ്മെൻ്റ് ആണ്. ബെറ്റർ ആയിട്ടുള്ള റാം മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റാം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം വേറെ 2-3 ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന് ഓപ്പൺ ചെയ്യുമ്പം ഞാൻ ഓപ്പൺ ചെയ്ത ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു ആപ്പ് നിൽക്കുന്നെങ്കിൽ അത് ബെറ്റർ ആയിട്ടുള്ള റാം മാനേജ്മെൻ്റ് ആണ്. പിന്നെ കാർപ്ലേ ഏറ്റവും കൂടുതൽ വന്ന രണ്ടാമത്തെ കംപ്ലൈൻ്റ് ആയിരുന്നു. കാർപ്ലേ കണക്ടിവിറ്റിയാണ് മെയിൻ. കാരണം വാഹനത്തിൽ കയറി ഓട്ടോമാറ്റിക്കലി ഡിവൈസ് കണക്റ്റ് ആകുന്നത് ചില ആളുകൾക്ക് അത് കണക്റ്റ് ആകുന്നില്ല. ഈവൻ ദോ കണക്റ്റ് ആയിട്ടുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആകുന്നു എന്നുള്ള ഇഷ്യൂസ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കാർപ്ലേ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാൾപേപ്പർ ബഗ്, അതായത് നമ്മൾ ഹോം സ്ക്രീനിൽ കാണുന്ന വാൾപേപ്പറിൻ്റെ സാച്ചുറേഷൻ കളറൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ സെൻറ്റർ ആക്സസ് ചെയ്യുമ്പോൾ മാറുന്ന ആ ഒരു ഡീസാച്ചുറേഷൻ പ്രോബ്ലം ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സെക്യൂരിറ്റി പാച്ചസും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെ സെക്യൂരിറ്റി പാച്ചസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വരുന്ന ഫോളോ അപ്പ് റിവ്യൂ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാറ്ററി ആൻഡ് പെർഫോമൻസ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഞാൻ സ്ഥിരം പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. നമുക്ക് ബാറ്ററിനെ പറ്റി പറയണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 ദിവസം 3 ദിവസമെങ്കിലും എടുക്കും. ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമായ സ്ഥിതിക്ക് നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ പറയാറായിട്ടില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. എനിവേ ഇത്ര നേരത്തെ യൂസേജിൽ എനിക്ക് അങ്ങനെ ഒരു ബാറ്ററി വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. അതോടൊപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിലും വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. അതായത് പ്രീവിയസിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രീവിയസ് അപ്ഡേറ്റ് ആണെങ്കിൽ പോലും മൊത്തത്തിലുള്ള ലിക്വിഡ് ഗ്ലാസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റിൽ. സോ ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസിനെ പറ്റി എനിക്ക് മോശം അഭിപ്രായം ഒന്നുമില്ല. പക്ഷേ ബാറ്ററിയുടെ കാര്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കറക്റ്റ് അഭിപ്രായം പറയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ സൈക്കിൾ കൗണ്ടും ബാറ്ററി ഹെൽത്തും കൊടുത്തിട്ടുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ റൺ ചെയ്യും. അതുകൊണ്ട് തന്നെ നോർമലി ഉള്ളതിനേക്കാൾ കൂടുതൽ ബാറ്ററി ട്രെയിനിങ് ഈ 2-3 ദിവസത്തേക്ക് നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സോ 26.4 അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പ്രീവിയസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ബഗ്ഗുകൾ, ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys on the next one. Until then, peace.